ലാലേട്ടനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ വന്നത്. അല്ലാതെ രജനീകാന്തിന്റെ തൊടിഞ്ഞ മോഹം കാണാനല്ല നമ്മളാരും പറഞ്ഞത്. തിയേറ്ററിൽ നിന്ന് കത്തി എന്ന് പറയാം, കിടലായിട്ടുണ്ട് അല്ലേ? എന്തായാലും തീ കത്തി. 1000 അടിച്ചാൽ ജയിലർ 1500 അടിക്കും. ജയിലർ 1 എങ്ങനെയുണ്ട് ആ ഒരു രചന തന്നെ തിരിച്ച് പ്രോമോയിൽ നമ്മൾ കാണാൻ പറ്റിയത്. അപ്പോൾ ജയിലർ 2 ഇറങ്ങുമ്പം ഇതേങ്ങട്ട് ഹൈപ്പായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി അപ്പം കാണാം. തീ സാധനമാണോ വന്നാലും തീ യൂഷ്വൽ ഒരു നെൽസൺ ഒരു ഫൺ പ്രോമോയാണ് വരുന്നത്. പക്ഷെ ഇതൊരു പക്ക മാസമായിട്ടൊരു പ്രോമോയാണ്. ലൈക്ക് തിയേറ്ററിൽ നിന്ന് കത്തി എന്ന് പറയാം, കിടലായിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ജയിലർ 1 കണ്ട അതേ രജനീകാന്തിനെ തന്നെ ഇതിനകത്ത് കണ്ടിട്ടുള്ളത്. സോ നല്ല ഹോപ്പാണ്, വെയിറ്റിംഗ് ആണ്. ജയിലർ 2 പക്ക വെയിറ്റിംഗ് ആണ് പടം. മോഹൻലാലിനെ പ്രതീക്ഷിച്ച് കുറെ ആൾക്കാർ ടിക്കറ്റ് എടുത്തായിരുന്നല്ലോ. ആക്ച്വലി മോഹൻലാലിനൊക്കെ പ്രതീക്ഷിച്ചു നമ്മള്. പിന്നെ നമുക്കറിയായിരുന്നു അനൗൺസ്മെന്റ് വീഡിയോ ആയിരിക്കും എന്ന് അറിയായിരുന്നു. പക്ഷെ നല്ലപോലെ ഫയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പടം. എന്തായാലും തീ കത്തി. എന്താ പറയാ, സാധാരണ ഈ പ്രൊമോസ് ഒന്നും അത്ര തിയേറ്റർ മെറ്റീരിയൽ ആവാറില്ല. ഇത് പക്ക തിയേറ്റർ മെറ്റീരിയൽ ആണ്. തലവർ തൂക്കി. അപ്പം അടുത്ത എന്തായാലും സ്ട്രീക്കാണ്, ഇങ്ങനെ സ്ട്രീക്കാണ്. 50 രൂപയ്ക്ക് മുതലാണോ? 50 രൂപയ്ക്ക് മുതലാണ്. ഓടി വന്നിരുന്ന് ഇത്രയും വിഷ്വലി സൗണ്ടും ഇത്ര അറ്റ്മോസ്ഫിയർ കാണാൻ പറ്റി. വളരെ കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. തൂക്കി അത്രേ. എങ്ങനെയുണ്ട് ടീച്ചർ? ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. തിയേറ്റർ കത്തുന്ന സാധനമാണോ? കണ്ടു കൊള്ളായിരുന്നു. രജനീകാന്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റൈലൊക്കെ? അടിപൊളിയായിരുന്നു. മോശം ടീച്ചർ ഈ അടുത്ത കാലത്ത് വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ല. കച്ചറ സാധനം, ഒരു വായിക്ക് കൊള്ളൂല. തിയേറ്ററിൽ മൊട്ട വൈബായിരുന്നല്ലോ. പക്ഷേ ഒരു വൈബും ഇല്ലായിരുന്നു. ലാലേട്ടനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ വന്നത്. അല്ലാതെ രജനീകാന്തിന്റെ തൊടിഞ്ഞ മോഹം കാണാനല്ല നമ്മളാരും പറഞ്ഞത്. ഇത് വിളിച്ചു വരുത്തി ആൾക്കാരെ പറ്റിക്കാൻ നോക്കിയത്. വിഷമമാണോ? അപ്പോഴേ വിഷമം മാത്രമല്ല, രോദനമാണ്. അത് അടിപൊളി എന്ന് പറയാനില്ല. ഒരു സീനുണ്ട്, റിവീലിംഗ് സീൻ. തലയോട് കൊലത്തൂക്കായിരിക്കും. ഒരു രക്ഷയില്ല ബ്രോ. ഹൈപ്പഡാണ്. 1 മാസമായിരിക്കും പടം. കൂലി 1000 അടിച്ചാൽ ജയിലർ 1500 അടിക്കും. പടം വന്നാലേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ടീസർ? തലവർ തന്നെ അടുത്ത 1000 കോടി കൂലിക്ക് ശേഷം സൂപ്പറാ இருக்கு ப்ரோ, நல்லா இருக்கு. എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? തലവർ സ്ക്രീൻ പ്രസൻസ്, അണിരുത്ത ബീജിയം, ആ ഒരു നെൽസന്റെ ഫ്രെയിമിങ് എല്ലാം പക്ക. നമ്മളെ മറ്റേ ജയിലർ 1 ക്ലൈമാക്സ് കാണുന്ന ആ ഒരു ഫീല് കിട്ടും. നൈസായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ ആദ്യത്തെ 300 കോടി അടിക്കാൻ പോകുന്ന ഈ പടമായിരിക്കും. അത്ര ഗംഭീരമായിട്ട് എടുത്തിരിക്കുക. നല്ല അടിപൊളി വിഷയമായിരുന്നു.